ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോഴേ ഇന്ന് ചീരയും കുറച്ച് പുളിവെള്ളവും വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് കാണിക്കുന്നത്. നല്ല ടേസ്റ്റാണ്. എന്നാൽ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ? അതിനു മുന്നേ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്തേക്കണേ. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടി ആദ്യമേ ഒരു കുക്കർ ഒന്ന് എടുത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു അരക്കപ്പോളം തൂരപ്പരിപ്പ് നന്നായിട്ട് വാഷ് ചെയ്ത് ഒന്ന് ഇട്ട് കൊടുക്കണേ. അപ്പോൾ നമുക്ക് ഈ തൂരപ്പരിപ്പ് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്തിട്ട്, ഉപ്പൊന്നും ഇപ്പോൾ ചേർക്കേണ്ട ആവശ്യമില്ല, വെള്ളം കൂടെ ചേർത്തിട്ട് കുക്കർ ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു 3-4 വിസിൽ കേൾക്കുന്നവരെയും ഒന്നങ്ങ് വേവിച്ചെടുക്കാം. ഈ തൂരപ്പരിപ്പൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണേ, അതുവരെയും ഒന്നങ്ങ് വേവിച്ചെടുക്കാം. അപ്പോൾ കുക്കർ ഒന്ന് അടച്ച് വെച്ചിട്ട് അതിൻ്റെ വെയിറ്റൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഞാനൊന്ന് അടുപ്പത്തേക്ക് മാറ്റുന്നുണ്ട്. ആ സമയം കൊണ്ടേ നമുക്ക് കുറച്ച് പുളിവെള്ളം ഒന്ന് റെഡിയാക്കാം. അതിനാണ്ട് ഇത്രയും വലിപ്പത്തിനുള്ളൊരു പുളിയാണ് ഞാൻ എടുത്തേക്കുന്നത്. അതിലേക്ക് ഒരു 1/4 കപ്പോളം വെള്ളം കൂടെ ചേർത്ത് നമുക്കൊന്ന് വെച്ചേക്കാം. പിന്നീട് ഇത് പിഴിഞ്ഞങ്ങ് എടുത്താൽ മതിയാവേ. അപ്പോൾ ഇത് അവിടെ ഒന്ന് ഇരിക്കട്ടെ. ഇപ്പോൾ ദാണ്ട ഒരു 4 വിസിൽ കേട്ടിട്ടുണ്ട്. വിസിൽ ആ സ്റ്റീമൊക്കെ പോയതിന് ശേഷം ഓപ്പൺ ചെയ്യാണ്. നമ്മുടെ തുവരപ്പരിപ്പൊക്കെ നന്നായിട്ട് ഒന്നങ്ങ് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് കുഴഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പരുവം വരെയും നന്നായിട്ട് ഒന്നങ്ങ് വേവിച്ചെടുക്കണേ. ഇതുപോലെ ഒന്ന് വേവിച്ചെടുക്കണേ. ഇനി ഒരു പാൻ ഒന്നെടുത്ത് അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം ഓയിലൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ടേ. അപ്പോൾ ഈ ഓയിലൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമ്മളിവിടെ അരിഞ്ഞ് വെച്ചേക്കുന്നത് നമ്മുടെ ചീര ഇട്ട് കൊടുക്കാം. ഞാനിവിടെ പച്ച കളർ ചീരയാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഏത് ചീര വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോഴേ ചീര അങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്നങ്ങ് വഴറ്റിയെടുക്കാം. അപ്പോൾ ചീര വെച്ചിട്ട് ഇതുവരെയും ഇങ്ങനെ ട്രൈ ആക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ആക്കണേ, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോഴേ ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്നങ്ങ് വഴറ്റിയെടുക്കാം. ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് പിന്നെ നമുക്ക് വീണ്ടും നന്നായിട്ടൊന്നങ്ങ് വഴറ്റി ഈ ചീരയൊക്കെ നന്നായിട്ടൊന്നങ്ങ് വേവിച്ചെടുക്കണേ. അപ്പോൾ ചീരയ്ക്കൊന്നും അധിക സമയം അടച്ചു വെച്ചിട്ട് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ ഒന്ന് വഴറ്റുമ്പോൾ തന്നെ പാതി 1/4 ഭാഗം വെന്തിട്ടുണ്ടാവേ. ഇപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പരുവം വരെ ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മളിവിടെ വേവിച്ച് വെച്ചേക്കുന്ന നമ്മുടെ തുവരപ്പരിപ്പുണ്ടല്ലോ, അതും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാവേ. അതും ചേർത്തിട്ട് ഇനി നമ്മളിവിടെ എടുത്ത് വെച്ചേക്കുന്ന ഒരു 1/4 കപ്പോളം പുളിവെള്ളം ഉണ്ടാവേ. അപ്പൊ അതും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ആക്കി എടുക്കാം. ഈ പരിപ്പൊക്കെ നന്നായിട്ടൊന്നങ്ങ് ഉടച്ച് ആ കട്ടകളൊക്കെ നന്നായിട്ടൊന്നങ്ങ് മാറ്റിയെടുക്കാവേ. അപ്പോൾ ഈ കട്ടകളൊക്കെ നന്നായിട്ടൊന്നങ്ങ് മാറ്റിയെടുക്കണേ. ഇപ്പോൾ ദാണ്ട നന്നായിട്ട് കട്ടകളൊക്കെ ഒരുവിധം നന്നായിട്ടൊന്ന് ഞാനൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ അത്യാവശ്യം കട്ടകളൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കറി ഇപ്പം നല്ല തിക്കായിട്ടാണല്ലോ ഇരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ കറി നല്ല ലൂസായിട്ടിരിക്കേണ്ട കറിയാണ്. അപ്പോൾ ഞാൻ ഇനിയും ഇതിലേക്ക് വെള്ളം ചേർക്കുന്നുണ്ട്. 1 കപ്പോളം വെള്ളം കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്നങ്ങ് മിക്സ് ആക്കി എടുക്കാം. നല്ല പോലെ ഇതുപോലെ ഒന്നങ്ങ് മിക്സ് ആക്കി എടുക്കാവേ. ഇനി ഇതിലേക്ക് ഒരു 2 പച്ചമുളകും കൂടെ ഞാനൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഈ എരിവിന് വേണ്ടിയിട്ട് ഇതിലേക്ക് ഒന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ഈ പച്ചമുളകിൻ്റെ എരിവാണ് കേട്ടോ ഇതിന് കിട്ടുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പൊക്കെ നിങ്ങൾ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി അതിന് ശേഷം നന്നായിട്ട് ഇതൊന്നങ്ങ് തിളപ്പിച്ചെടുക്കാവേ. അപ്പം ഇതൊരു 2 തിളയൊക്കെ തിളയ്ക്കുമ്പോഴേക്കും നമ്മുടെ ഈ കറി റെഡി ആവുകയെ. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറിയൊരു താളിപ്പും കൂടെ വേണം. അപ്പോൾ ഈ താളിപ്പും കൂടെ ചേർക്കുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് വരുന്നത്. അപ്പോൾ താളിക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടി ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് വെളിച്ചെണ്ണ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഒരു 1/2 ടീസ്പൂൺ കടുകിട്ടൊന്ന് പൊട്ടിക്കാവേ. അതൊന്ന് പൊട്ടി വരുമ്പോഴേക്ക് ഒരു 4-5 വെളുത്തുള്ളി അല്ലി എടുത്തിട്ട് ഒന്ന് ചതച്ച് ചേർത്തേക്കാണ്. ഇനി ഒരു 2-3 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് കപ്പലണ്ടിയാണ് ഞാൻ ചേർക്കുന്നത്. അപ്പോൾ ഈ കറിയിൽ ഇടയ്ക്ക് കുറച്ച് കപ്പലണ്ടി കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ അതാണ് ചേർത്തത്. നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ഇത് ഒഴിവാക്കാം കേട്ടോ. ചേർത്തിട്ട് നന്നായിട്ട് ഒന്നങ്ങ് മിക്സാക്കി ഒന്നങ്ങ് റോസ്റ്റ് ആക്കി എടുക്കാവേ. അപ്പം ഇതുപോലെ നന്നായിട്ടൊന്നങ്ങ് റോസ്റ്റാക്കി എടുത്തിട്ട് ഇനി ചൂടോടെ തന്നെ നമുക്ക് ആ കറിയിലോട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം.
അപ്പോൾ ഈ പുളിപ്പൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടല്ലോ, കറിയിൽ അല്പം പുളിപ്പൊക്കെ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന നല്ലൊരു റെസിപ്പി ആയിരിക്കും കേട്ടോ ഇത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം മറക്കാതെ കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കണേ. കൂടെ തന്നെ വീഡിയോ ഇഷ്ടമായാലും ഒരു ലൈക്ക് കൂടെ തരണേ. അപ്പോൾ ഇനി ഒരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാടോ. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.